സംസ്ഥാന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ്പ് ഉടൻ അവസാനിക്കുമോ? ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ആശങ്കയിലാണ്. സംസ്ഥാന സർക്കാർ ഇവരെ തള്ളിക്കളയില്ല എന്നാണ് ഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ 2025 ജൂൺ 30 അവസാനിക്കുന്ന കരാർ പുതുക്കാനുള്ള നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവനക്കാരും പെൻഷൻകാരും ആശ്രിതരുമായി 30 ലക്ഷം ഉപഭോക്താക്കളുമായി 2022 ജൂലൈയിൽ ആരംഭിച്ച മെഡിസെപ്പിൽ പരാതി തീർന്ന് സമയമില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ പരാതി തീർന്നില്ല എന്ന് മാത്രമല്ല, വൻതോതിൽ ഉയരുകയുമാണ് ചെയ്തത്. മെച്ചപ്പെട്ട ആശുപത്രികളില്ല, ആശുപത്രികളിലെ തീവെട്ടിക്കൊള്ള, ആശുപത്രികളിൽ വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളില്ല, ബിൽ പെരുപ്പിച്ചു കാണിക്കുന്നു, പിഴിയുന്നു, ക്ലെയിമിന്റെ കാലതാമസം എന്നിങ്ങനെ പരാതികൾ അനവധി. മെഡിസെപ്പ് എന്നത് ഒരു ക്യാഷ്ലെസ് പദ്ധതിയാണെങ്കിലും ക്യാഷ്ലെസ് സൗകര്യം ലഭിക്കുന്നവർ വളരെ ചുരുക്കമാണ്. എന്നാൽ 3 മാസത്തിലൊരിക്കൽ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകേണ്ട തുക ഇതുവരെ മുടക്കിയിട്ടില്ല എന്നാണ് ധനകാര്യ വകുപ്പ് പറയുന്നത്. എന്നാൽ ആദ്യ വർഷം തന്നെ 750 കോടിയും 2ാം വർഷം 700 കോടിയും ക്ലെയിമായി എന്നാണ് ഇൻഷുറൻസ് കമ്പനി പറയുന്നത്. അടിയന്തര ചികിത്സയ്ക്കും അവയവമാറ്റത്തിനുമായി 30 കോടി രൂപ ചെലവായത് വേറെയും. വളരെ അത്യാവശ്യമല്ലെങ്കിലും മുട്ട്, ഇടുപ്പ് എന്നിവ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് തിടുക്കം കൂട്ടിയ ഉപഭോക്താക്കളും കമ്പനിയുടെ നഷ്ടം വർദ്ധിപ്പിച്ചു. സ്വകാര്യ കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസുകളേക്കാൾ മികച്ചതാണ് മെഡിസെപ്പ് എന്ന് കരുതി വർഷങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആയിരങ്ങളാണ് നിർത്തിക്കളഞ്ഞത്. ഇനി ആ ഹെൽത്ത് ഇൻഷുറൻസിൽ റീജോയിൻ ചെയ്യുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് നിലവിലെ പോളിസി ഉപേക്ഷിച്ച തങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കുമോ എന്നാണ് ജീവനക്കാരും പെൻഷൻകാരും ചോദിക്കുന്നത്. ഇനി ഈ പദ്ധതി തുടർന്നു എന്ന് തന്നെ വിചാരിക്കുക. പദ്ധതി തുടർന്നാലും അടിമുടി മാറ്റങ്ങളോടെയായിരിക്കും മെഡിസെപ്പ് ഇനി ലഭിക്കുക. പ്രധാന മാറ്റം വരുന്നത് പ്രീമിയം വർധനവ് തന്നെയായിരിക്കും. മെഡിസെപ്പ് പരാതികൾ ഇൻഷുറൻസ് കമ്പനിക്ക് ഉപഭോക്താവിന്റെ പ്രൊഫൈലിലൂടെ ഓൺലൈനായി നൽകാവുന്നതാണ്. ഇതിലും നിങ്ങൾ തൃപ്തനല്ല എങ്കിൽ ഉപഭോക്തൃ കമ്മീഷനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. കേരള ഗവൺമെന്റ് ഒറ്റയടിക്ക് മെഡിസെപ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 30 ലക്ഷത്തോളം ആളുകൾ പെരുവഴിയിലാവുന്നതാണ്. കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരും എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മെഡിസെപ്പ് നിർത്താൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിവാദമായി തീരാം. മെഡിസെപ്പിന്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മെഡിസെപ്പിനെ കുറിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇത് അധികാരികളിൽ എത്തുന്നതിന് ഒരു വഴിയാകട്ടെ. മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് ടെലിഫോൺ സേവനം ഫിനാൻഷ്യൽ സർവ് നൽകുന്നില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.